ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രജനിയും ആകാശും മഹേഷും ആദ്യം സംസാരിക്കുന്നത് നോക്കിക്കാണ്. നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കണം. മോനെ ആദ്യം നീ എന്ത് സ്നേഹമായിട്ടാണ് അന്ന് എന്നോട് പെരുമാറിയെന്നൊക്കെ പറയാണ്. ഞാനോ, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ, ബാഡ് മാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവർ രണ്ടാം ഭാര്യനെ കേട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. മോനെ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് ഡാഡി ഇഷിതനെ വിവാഹം കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ ലിവിങ് ടുഗദറാണ്, ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആണോ, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും എങ്കിൽ അവർ ഉപേക്ഷിച്ചിട്ട് വാ, അപ്പം ഞാൻ വിശ്വസിക്കാം എന്ന് പറയാനേ. അപ്പം മഹേഷിനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്നിട്ടും വീണ്ടും ആദ്യം കുറേ കുറ്റമൊക്കെ ഇഷിതനെയും അതുപോലെ തന്നെ മഹേഷിനെ പറയാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ നോക്കിയിട്ട് രജനിയും ആകാശ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് രജനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നുണ്ട്. ആകാശ് വേഗം തന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് മഹേഷിനോട് ചോദിക്കുകയാണ്, ഹലോ എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ മഹേഷ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണേ. എന്നിട്ട് പറയും, നിൻ്റെ ജീവിതം തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണ് ഞാൻ എന്ന് എപ്പോഴും പറയുന്നത് ഒരു റിപ്പീറ്റേഷനാണ്. പക്ഷേ നിന്നെ കൊല വിളിച്ച് നിന്നെ ചിത കത്തിച്ച് നിൻ്റെ ഭസ്മമാക്കിയിട്ട് അതിൽ നിന്ന് ഞാൻ കുറി തൊടും, അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിക്കോളും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ട് രചന അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രചന അങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ നീ തകരും, നീ നോക്കിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് ആകാശ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇഷിതയും ചിപ്പിയും കൂടിയിട്ട് കാറിൽ വന്നിറങ്ങാണ്. അപ്പോൾ ചിപ്പിനോട് ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഇഷിത ചോദിക്കുന്നത്, ഡ്രിങ്ക്സ് വേണോ മോളെ എന്ന് ചോദിക്കാനിട്ട്. അമ്മയ്ക്ക് വേണോ, അമ്മയ്ക്ക് വേണമെങ്കിൽ മാത്രമേ മോള് കഴിക്കുള്ളൂ, അമ്മയ്ക്ക് വേണോ എന്ന് ഇഷിത ചിപ്പി വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ പോരേടി എന്ന് പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ചിപ്പിനെ കാണാണ് കേട്ടോ രചന. അയ്യോ ആകാശ്, ദേ ചിപ്പി വന്നു, ഞാൻ ചിപ്പിനൊന്ന് കണ്ടോട്ടെ എന്ന് പറയാം കേട്ടോ. അത് വേണ്ട, ഇപ്പം വേണ്ട എന്ന് പറയാം കേട്ടോ ആകാശ്. അല്ല, എനിക്ക് ചിപ്പിനൊന്ന് കാണാൻ എന്ന് പറയാം കേട്ടോ. വരട്ടെ, കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ചിപ്പിയുടെ ഒരു കൂട്ടുകാരി വരികയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ അമ്മ ഇതെൻ്റെ കൂട്ടുകാരിയാണ്, ഞങ്ങൾ പോയി കളിച്ചോട്ടെ എന്ന് പറയാം കേട്ടോ. ശരി മോള് പോയി കളിച്ച് ദൂരെയൊന്നും പോകരുതേ എന്ന് പറയും. പിന്നീട് ഇഷിതിങ്ങനെ നടക്കുമ്പോൾ അതിനെ കാണാൻ ഓടി വന്നിട്ട് ഇഷാദെ എന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തള്ളി മാറ്റുകയാണ് ഇഷിതനെ. നിങ്ങളാരാ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. മോനെ ഇഷാദെ എന്ന് വിളിക്കാണ്ട്. ഇഷാദോ, അതാരാ, നിങ്ങൾക്ക് വട്ട് കേസ് കണ്ടിട്ട് സാഡിസ്റ്റാണെന്ന് തോന്നുന്നു, കുട്ടികളുടെ ഇപ്പോഴത്തെ കാര്യമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ആദ്യം അവിടെ നിന്ന് പോകും കേട്ടോ. ഇഷാദിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഇഷിത ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. പിന്നീട് സുജി അവിടേക്ക് വരികയാണ്. അപ്പോൾ സുജിൻ്റെ അടുത്ത് വന്നിട്ട് ഇഷിത സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കൊള്ളാം, ഒരു ഐസ്ക്രീം പാർലർ കൂടെ വേണ്ടതായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും നിൻ്റെ ജോലി പോകുന്നു തോന്നുന്നില്ല എന്ന് പറയും. ഇവിടെ വന്നിട്ടുള്ളത് CEO ഫാമിലി മാത്രമല്ലേ എന്ന് ചോദിക്കുക. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷാദിനെ ഞാനിവിടെ വെച്ച് കണ്ടു, അവൻ്റെ ഫാമിലി ആരാണ്, അവൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണെന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറയാം കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ടോ, വാ നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോകണം. മഹേഷ് ചേട്ടനും വന്നിട്ടുണ്ടെന്ന് സുജി പറയുന്നുണ്ട് കേട്ടോ. ആഹാ, ഞങ്ങളെ പറ്റിച്ചിറങ്ങിയതാണല്ലേ, എന്നാൽ ശരി പണി കൊടുക്കാൻ ജിപ്പി എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. പെട്ടെന്ന് ഇഷിനെ കാണുമ്പോൾ മഹേഷ് ഒന്ന് ഞെട്ടാണ് കേട്ടോ. എന്താ ഞെട്ടിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞങ്ങളോട് നുണ പറഞ്ഞിട്ടേ ഇവിടേക്ക് വന്നതാണല്ലേ, മനസ്സിലായി, ഇതിൻ്റെ ഉള്ളിൽ ഇനിയും രഹസ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. മഹേഷിങ്ങനെ ദേഷ്യമായിട്ട് മഹേഷ്, വീട്ടിലോ സൗകര്യമില്ല, ഇവിടെയും സ്വസ്ഥതക്കേട് തരാനായിട്ട് വന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഇഷിത പറയും, സ്വസ്ഥതക്കേടും ഒരെണ്ണമല്ല രണ്ടെണ്ണം ഉണ്ട് എന്ന് പറയട്ടോ. മോളെ എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ചിപ്പി ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ചിപ്പിനെ കാണുമ്പോഴേക്കും വേഗം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. ഓഹോ, അപ്പം നിറം മാറിയത് കണ്ടില്ലേ, ചിപ്പിനെ കണ്ടപ്പോഴേക്കും വേഗം നിറം മാറി. നിറം മാറുന്ന ജീവി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നത് തന്നെയാണെന്ന് മനസ്സിലായി എന്ന് പറയട്ടോ. അപ്പോൾ ഇങ്ങനെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണേ. ഡാഡി നമുക്ക് ഗെയിം കളിക്കാം, എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ടല്ലോ, മോള് കളിച്ചോ, അതല്ല നമുക്ക് കളിക്കാം, നമുക്ക് എന്ത് ഗെയിമാണ് കളിക്കാം, പഞ്ച് പിടിക്കാം എന്ന് പറയട്ടോ. മോളെ ആയിട്ടോ, അപ്പം അച്ഛൻ തോറ്റത് തന്നെ എന്ന് പറയട്ടോ. അല്ല അമ്മയായിട്ട് പിടിക്കുമെന്ന് പറയട്ടോ. ശരി അച്ഛനെ ഒരു കൈ മതി, അമ്മേനോട് ആണെങ്കിൽ 2 കൈ എടുത്തോളാൻ പറയും, പിന്നെ എനിക്കൊരു വിരൽ മാത്രം മതി എന്ന് ഇഷിത പറയട്ടോ. എന്നാൽ ശരി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 പേരും കൂടെ പഞ്ച് പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ പരമാവധി ശ്രമിച്ചിട്ടും മഹേഷിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ആദ്യം വിളിച്ചിട്ട് ആകാശ് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നിൻ്റെ അച്ഛൻ്റെ 2ാം ഭാര്യ നീ കണ്ടിട്ടില്ലല്ലോ, ദേ നോക്ക് അവരെത്ര ജോളിയായിട്ടാണ് ഹാപ്പി ആയിട്ടാണ് കഴിയുന്നതെന്ന് നോക്കിയെന്ന് പറയാം കേട്ടോ. എന്നിട്ട് അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, ഞാനെന്തായാലും അമ്മനൊന്ന് കണ്ടിട്ട് പറ്റേന്ന് പറഞ്ഞാൽ ആദ്യം പോകും.
പിന്നീട് ഇഷിതയാണെന്നുണ്ടെങ്കിൽ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ മഹേഷിനെ പ്രണയത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് ഒന്ന് സൈറ്റ് അടിച്ച് കാണിക്കുകയാണ്. പെട്ടെന്ന് മഹേഷ് ഒന്ന് കണ്ണ് തെറ്റുമ്പോഴേക്കും ഇഷിത മഹേഷിനെ തോൽപ്പിക്കും. ഇത് ചതി ഇത് കള്ളക്കളി, താൻ കണ്ണുകൊണ്ട് എന്ത് കണ്ണുകൊണ്ട് ശരി താൻ ജയിച്ചു എന്ന് മഹേഷ് പറയുകയാണേ. ഇതേ സമയം രചനയാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓവറായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആകാശം മദ്യം കൊടുക്കുകയാണ്. ഇവളെ വെച്ചിട്ട് ഇനി ഒരു പണി കളിക്കാം. രചനോട് പറയാണ്, ഇഷിത വന്നിട്ടുണ്ട്, ഇഷിതനെ ഞാൻ അടിക്കും എന്നൊക്കെ രചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് വിനോദ് വരികയാണ്. വിനോദിൻ്റെ കൂടെ അനുഗ്രഹനെയും കണ്ടുകൂടിയിട്ട് സുജിക്ക് ദേഷ്യം വരാം. വാലുമായിട്ടാണോ വന്നിട്ടുള്ളത്? അവളെ എന്നോട് ചോദിച്ചു എന്താ പ്രോഗ്രാം എന്ന്. നിൻ്റെ പ്രോഗ്രാമിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പാവം ബോംബെക്കാരിയല്ലേ, നമ്മുടെ മലയാള നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടോട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും അനുഗ്രഹം വരികയാണ് കേട്ടോ. സുജിയുടെ പ്രോഗ്രാമാണുള്ളത്, എന്തായി കലക്കി, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയട്ടോ. ശരി എന്ന് പറയാം. അപ്പോഴേക്കും ശരി നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് വിനോദ് പറയുകയാണേ. എന്നാൽ ശരി നമുക്ക് അകത്തേക്ക് പോകുന്ന പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകുമ്പോൾ സുജി ഇങ്ങനെ പറയുകയാണ്, ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് ആദി ഇങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന ഭാഗത്ത് വന്നിട്ട് ഡ്രിങ്ക്സ് എടുക്കുന്ന ആകുമ്പോഴേക്കും ഇഷിത ഓടി വന്നിട്ട് ആദി എന്നല്ല ഇഷാദെ എന്തായി കാണിക്കുന്നത്, അതവിടെ വെക്കി, നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നോടല്ലേ പറഞ്ഞത് അത് അവിടെ വെക്കാൻ, ശല്യം എന്ന് പറഞ്ഞിട്ട് രണ്ടാം കിട്ടുകാരി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോകാൻ കേട്ടോ അവിടെ നിന്ന്. എന്നിട്ട് ഇഷിത മനസ്സിലാലോചിക്കുന്നത് ഞാൻ ഇഷാദാണെന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, അവന് ശരിക്കും പൂർണ്ണമായും എന്നെ മറന്നിരിക്കുന്നു എന്നൊക്കെ എന്നെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണേ. പിന്നീട് മഹേഷും വിനോദും അനുഗ്രഹം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഹോസ്റ്റലിലെ ജീവിതം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ വെരി ബോറിംഗ് ആണ്, ഡിസിപ്ലിൻ മാത്രമേ ഉള്ളൂ ഫുഡിലും എല്ലാത്തിലും, എനിക്ക് 100-ലോ 101-ലോ ഒരു അഡ്മിഷൻ തായോ എന്ന് പറയാൻ കേട്ടോ. ശരി നോക്കാം എന്ന് വിനോദ് പറയുന്നുണ്ട്, വിനോദല്ല മഹേഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും വിനോദിനൊരു കോള് വരും, മന്ത്രിയാണ് വിളിക്കുന്നത്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറയാനട്ടെ. അപ്പോൾ മഹേഷിനോട് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അനുഗ്രഹം, എനിക്ക് 100-ലോ 101-ലോ ഒരു അഡ്മിഷൻ തരാനട്ടെ, ശരി നോക്കാം എന്ന് പറയുകയാണെ. അതേസമയം ആകാശമാണെന്നുണ്ടെങ്കിൽ രചന ഇളക്കി വിടാൻ കേട്ടോ, ഇഷിതനായിട്ട് വഴക്കിടാനായിട്ട്. അപ്പോഴേക്കും ആകാശിൻ്റെ ഒരു കോൾ വന്നിട്ട് ആകാശം അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് ഇഷിത അതിലേ നടന്നു പോകുമ്പോൾ രചന ഇങ്ങനെ വിളിക്കുകയാണ്, എടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രചനനെ കാണുമ്പോൾ ഇഷിത അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എടി അപ്പോൾ ഇഷിതാണെന്നുണ്ടെങ്കിൽ ചിപ്പിനെ വിളിച്ച് നടക്കായിരിക്കും, എടി നീ എൻ്റെ മോളെ എന്ത് ചെയ്തു, നീ എൻ്റെ മോളെ കൊന്നോടി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൗളത്തൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. രചന നീ എന്തേ കാണിക്കുന്നത്, നീ കുറച്ച് ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയാം. അതേടി ഞാൻ ഇത്തിരി ഓവറാണ്, നീയാണ് എൻ്റെ ജീവിതം തകർത്തത്, എൻ്റെ മഹേഷിനെ നീ തട്ടിയെടുത്തു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് രചന ഇഷിതനെ പിടിച്ച് ഉന്തുകയും തള്ളിയും പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആദ്യം കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇഷിതയ്ക്ക് ലാസ്റ്റ് ദേഷ്യം വരാണ്ട് ഇഷിത പോകാൻ പോകുമ്പോൾ രചന പിടിച്ച് വലിക്കുകയാണെ. അവസാനം രചനനെ തള്ളിയിടുകയാണ് കേട്ടോ ഇഷിത. എന്നിട്ട് ഇഷിത അവിടെ നിന്ന് പോകും. ഇത് ആദ്യം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം വേഗം തന്നെ ഓടി വരാണ് കേട്ടോ രചനയുടെ അടുത്തേക്ക്. അമ്മയെ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഓടി വരട്ടെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു സ്ഥലത്ത് പതുക്കനെ പിടിച്ച് രചനനെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. സാരമില്ല അമ്മേ, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്താണ്. ശരി അമ്മ ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോട് കൂടിയിട്ട് ചെല്ലുന്നുണ്ട്. ആ മോനെ എന്ന് വിളിച്ചിട്ട് ചെല്ലാണ് മഹേഷ്. എന്നിട്ട് ആദ്യമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട്, നിങ്ങൾ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളുടെ രണ്ടാം കെട്ടുകാരിയും കൊണ്ട് വന്നത്, എന്തൊക്കെയായിരുന്നു ഇത്രയും നേരം പറഞ്ഞിരുന്നത് എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ഇഷിത അവിടേക്ക് ഇത് കണ്ടുവരുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.